കാന്തോളിത ഹേമകുണ്ടലമണീശോണപ്രഭാമണ്ഡലം കാഞ്ചീനാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദനസാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയും. കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 31 ശ്ലോകങ്ങൾ വരെ മനസ്സിലാക്കി. അതിൽ ഭഗവാൻ എന്താ പറയണത്? ഭഗവാന്റെ ആജ്ഞയൊക്കെ അനുസരിച്ചിട്ട് കർമ്മങ്ങൾ നിർവഹിക്കണം, അസൂയ കൂടാതെ. ഭഗവാനിലും കൂടി ആൾക്കാർക്ക് അസൂയയാണ്. അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുക ചെയ്യുന്ന വേണം. അങ്ങനെ ചെയ്യുന്നവരൊക്കെ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ പെടണ്ട, പ്രാരബ്ധങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഒരു ജന്മം എടുത്തിട്ട് ഒരു മാതാവിൻ്റെ ഗർഭത്തിൽ വരേണ്ട ആവശ്യകത ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ ഉറപ്പ് കൊടുക്കുന്നത്. സ്വധർമ്മം അനുസരിക്കേ വേണ്ടുള്ളൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 32ാമത്തെ ശ്ലോകം മുതൽക്ക് ഇനി മുന്നോട്ട് നോക്കാം. ഏതേതനഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിഭൂഢാസ്താൻ വിദ്ധി നഷ്ടാന ചേതസ. ഏതു അഭ്യസൂയന്ത, യാതൊരുവരാകട്ടെ അസൂയാവശന്മാരായിട്ട്, എന്നാൽ സ്വന്തത്തിനേക്കാളും ഒരു ശ്രദ്ധ മുഴുവന് പൊതുവെ മനുഷ്യർക്ക് അന്യനുടെ കാര്യത്തിലാണ്, അല്ലേ? അപ്പോൾ ഒന്നുമെങ്കിൽ അവരോട് പുച്ഛാവും, അല്ലെങ്കിൽ അസൂയവും. ഇതാണ് സാധാരണ മനുഷ്യരുടെ സ്വഭാവമാണ്. തന്നെക്കാളും ഒരുപടി മുകളിൽ അവരോട് അസൂയയാണ്. തന്നെക്കാളും താഴെ നിൽക്കുന്നവരോട് പുച്ഛാണ്. അപ്പം ഭഗവാൻ അതാ പറയണം. ഭഗവാനോടും കൂടി അസൂയുള്ളവരുണ്ടായിരുന്നു. ശിശുപാലനൊക്കെ ഉണ്ടായിരുന്നില്ലേ? ജരാസന്ധ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഭഗവാൻ പറയാണ്, അസൂയാവശന്മാരായിട്ട് മേ ഏതന്മതം ന അനുതിഷ്ഠന്തി, എൻ്റെ ഏതന്മതം, എൻ്റെ ഈ ഉപദേശത്തിനെ ന അനുഷ്ഠന്തി അനുസരിക്കാത്തവര് സർവജ്ഞാന വിമൂഢാൻ, യാതൊരു വരവുമില്ലാത്ത വെറും മൂഢരാണ് അവര് എന്നാണ് പറയുന്നത്. പശു തുല്യമായ ആൾക്കാരാണ് അവര്. പശു എന്ന് പറഞ്ഞാൽ മൃഗതുല്യം. പശുവിന് പിന്നെയും ബുദ്ധിയുണ്ട്. പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ മൃഗതുല്യം എന്ന് വേണം മനസ്സിലാക്കാൻ. താൻ അചേതസ, അവരെ ഭഗവത് ബോധം അല്ലെങ്കിൽ ആത്മബോധമില്ലാതെ നഷ്ടാൻ വിദ്ധി, അവർ നഷ്ടമാണ്. അവരുടെ ജീവിതം വെറും നഷ്ടമാണ്. മനുഷ്യരെന്താ നഷ്ടം? അവനൊരു സമ്പത്ത് നശിക്കുമ്പോഴാണ് നഷ്ടം വന്നു എന്ന് പറയുള്ളൂ, അല്ലേ? അല്ല, കോടിക്കണക്കിന് ഉറുപ്പുണ്ടായിട്ട് നമ്മൾ നഷ്ടത്തിൽ പെടണം എപ്പോഴാണ്? ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അതിനെ വെറുതെ പാഴാക്കുക. ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ഒരടി പോലും മുന്നോട്ട് വെക്കാതെ വെറും ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി കഴിയുന്നവരുടെ ആ ജീവിതം നഷ്ടാൻ വിധി, അവർ വെറും നഷ്ട കച്ചവടം ചെയ്യാണ് എന്ന് നീ മനസ്സിലാക്കണം അർജുന എന്നാ ഭഗവാൻ പറയണത്. അപ്പൊ ഭഗവാനിലും അല്ലെങ്കിൽ അന്യരിലും അസൂയാലുക്കളായിട്ട് ഈ ഭഗവാന്റെ ഉപദേശങ്ങൾ എന്താണ്? ഭഗവാൻ നമുക്കിപ്പോൾ ഉപദേശം തരാനൊന്നും ഇവിടെ സാക്ഷാൽ വന്ന് നിൽക്കണില്ല, അല്ലേ? ഭഗവാന്റെ വചനങ്ങളാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ. രാമായണത്തിലുണ്ട്, ഭാഗവതത്തിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. ഭഗവത്ഗീത പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അല്ലാതെയും പല ശാസ്ത്രങ്ങളിൽ ഭഗവാന്റെ ഉപദേശങ്ങളുണ്ട്. വേദത്തിൽ പിന്നെ അതന്നെയാണ് ഇനി. അപ്പം ആ ഉപദേശങ്ങളെ, വേദത്തിൽ പറഞ്ഞതിനെ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞതിനെ ഒന്നും അനുസരിക്കാതെ അതിനെയൊക്കെ അവഗണിക്കുക, അങ്ങനെ ചെയ്യുന്ന അവരെ ഒട്ടും അറിവില്ലാത്തവരാണെന്ന്, വെറും മൂഢന്മാരാണെന്ന് നീ വിചാരിച്ച നീ അവരെ തള്ളിക്കളഞ്ഞേക്ക് എന്നാണ് പറയണത്. അവരെ വെറും മൂഢരായിട്ട് കണക്കാക്കണം. പൂർണ്ണത നേടുക എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്ക് അവരുടെ ഒരു യജ്ഞങ്ങൾ, കാരണം ഭഗവാനോട് അസൂയ അല്ലെങ്കിൽ അന്യനോട് അസൂയ, ഭഗവാന്റെ സ്വരൂപം തന്നെയല്ലേ ഇവിടെ കാണുന്നത് മുഴുവനെ. അപ്പം ഒരു അന്യ വ്യക്തിയോട് അസൂയ വെച്ചിട്ട് എന്ത് കാമ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ ഫലപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ യജ്ഞാദികൾ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ മോക്ഷപ്രാപ്തിക്കുള്ള ആ തീർത്ഥാടനം അല്ലെങ്കിൽ ഉപവാസങ്ങൾ, വലിയ വലിയ യജ്ഞങ്ങൾ, ഇതെല്ലാം ചെയ്യുകയാണെങ്കിലും അത് വിഫലമാണ്. അന്യനോട് അസൂയ വെച്ച് പുലർത്തിയിട്ട് എന്ത് കാര്യം ചെയ്താലും അതിവിടെ നഷ്ടക്കച്ചവടമാണ്, മോക്ഷം കിട്ടാൻ പോണില്ല എന്നാണ് ഭഗവാൻ പറയണത്.
സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹാക്യം കരിഷ്യതി. ജ്ഞാനവാനപി സ്വസ്യ, ആ ജ്ഞാനസമ്പന്നരായവർ പോലും സ്വസ്യ സ്വപ്രകൃതിക്ക്, സ്വസ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രകൃതിക്ക് അനുസരിച്ച്, സ്വസ്യ പ്രകൃതി സ്വന്തം പ്രകൃതിക്ക് അനുസരിച്ച്. സ്വന്തം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഭാവം. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ട് അല്ലേ? 3 ഗുണങ്ങളിൽ അനുസരിച്ചുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. സത്വഗുണി സ്വഭാവം, രജോഗുണി സ്വഭാവം, തമോ ഗുണി സ്വഭാവം ഉണ്ടാവും അവർക്ക്. അപ്പം പ്രകൃതി, സ്വസ്യ പ്രകൃതി, ആ സ്വന്തം പ്രകൃതിക്ക്, സ്വന്തം സ്വഭാവത്തിനനുസരിച്ചിട്ട് സദൃശം ജ്യേഷ്ഠതയെ അവർ അതിനനുസരിച്ച വണ്ണത്തിൽ സ്വന്തം സ്വഭാവത്തിനനുസരിച്ച മാതിരിയുള്ള ചേഷ്ടകൾ ചെയ്യണു, അങ്ങനത്തെ പ്രയത്നങ്ങൾ ചെയ്യണു. അവന് ഒരാളുടെ സ്വഭാവത്തിനനുസരിച്ച പ്രയത്നമാണ് ഒരു വ്യക്തി ചെയ്യുള്ളൂ അല്ലേ? അപ്പം തമോ ഗുണിയാണ്, രജോ ഗുണിയാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ അസൂയ ഉണ്ടാവും അല്ലേ? സത്വഗുണിയാണെങ്കിൽ അവർക്ക് എല്ലാവരോടും സ്നേഹവും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഭൂതാനി പ്രകൃതിയും യാന്തി, ആ ഭൂതങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ പ്രകൃതിയും യാന്തി പ്രകൃതിയെ അനുസരിക്കണു. പ്രകൃതി പറഞ്ഞ മാതിരി പ്രകൃതിക്ക് ചില നിയമങ്ങളുണ്ട്. പ്രകൃതി നമ്മളോടൊന്നും പറയില്ല, പക്ഷേ പ്രകൃതിക്ക് അലിഖിതമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ചിട്ട് തന്നെ മനുഷ്യൻ പെരുമാറിയേ പറ്റൂ. നിഗ്രഹം കിം കരിഷതി, ആ നിയന്ത്രണം കൊണ്ട് കാര്യമില്ല. മനസ്സിൻ്റെയാണ് നിയന്ത്രണം, അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള നിയന്ത്രണം കൊണ്ട് കിം കരിഷതി എന്ത് ലാഭം കിട്ടാൻ പോണത്? അതുകൊണ്ടൊന്നും ലാഭം കിട്ടാൻ പോണില്ല. ഇപ്പം സ്വന്തം തൻ്റെ പ്രകൃതിക്ക്, തൻ്റെ സ്വഭാവത്തിന് അനുയോജ്യമായി തന്നെയാണ് ജ്ഞാനിയായവരും അല്ലെങ്കിൽ അജ്ഞാനിയായവരും പ്രവർത്തിക്കുന്നത്. ജ്ഞാനിയായവൻ തൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അജ്ഞാനത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യും. അജ്ഞാനിയായവൻ അവന് തോന്നിയ മാതിരി കാര്യങ്ങൾ ചെയ്യും. അപ്പം അങ്ങനെ അവർ 2 കൂട്ടരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് മാതിരിയുള്ള ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച സ്വഭാവത്തിനനുസരിച്ച്. കാരണം അവർക്ക് 3 ഗുണങ്ങളിൽ നിന്നാണ് ഇവിടെ എല്ലാം കിട്ടുന്നത് അല്ലേ? 3 ഗുണങ്ങളേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ ഏറ്റവും കുറച്ചിലും തമ്മിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ 3 ഗുണങ്ങളിൽ നിന്ന്, ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ഈ 3 ഗുണങ്ങളിൽ നിന്ന് അവർ ആർജിച്ച് അല്ലെങ്കിൽ അവർ സ്വീകരിച്ച ആ സ്വഭാവത്തിന് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കണു. അല്ലാതെ ബാഹ്യമായ നിയന്ത്രണം കൊണ്ട് എന്ത് പ്രയോജനം? രജോ ഗുണിയായ ഒരു വ്യക്തി തൻ്റെ ആ ബാഹ്യമായിട്ട് ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിച്ചു, പക്ഷെ മനസ്സ് നിയന്ത്രണത്തിൽ വന്നില്ല. കാരണം കൂടുതൽ സ്വഭാവത്തിൻ്റെ ആ സ്വഭാവം അധികവും ഒരു വ്യക്തിയുടെ മനസ്സിലാണ് ഉണ്ടാവുക. ആ മനസ്സിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണു എന്നുള്ളൂ. അപ്പം ബാഹ്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ബലപ്രയോഗത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനസ്സിനെ നിയന്ത്രിക്കാഞ്ഞാൽ ഒരു കാര്യവും ശരിക്ക് ആ ഭഗവത് പ്രാപ്തിക്കുള്ള ആ വഴിക്കാവില്ല. അപ്പം ഭഗവാനെ പ്രാപ്തി ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സിനെ നമ്മൾ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്തണം. അതിനെ സത്വഗുണം വരെ എത്തിച്ച് ആ ഗുണത്തിൽ നിന്നും അതിനെ മുക്തനാക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയസ്യേന്ദ്രിയാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേതൗ ഹസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ അർത്ഥേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളുടെ അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങളുടെ അർത്ഥം അതിൻ്റെ വിഷയമാണ്. അപ്പം ഇന്ദ്രിയസ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയസ്യാർത്ഥേ ഇന്ദ്രിയത്തിൻ്റെ അർത്ഥത്തിൽ അഥവാ അതിൻ്റെ വിഷയത്തിൽ. അപ്പം കണ്ണിൻ്റെ വിഷയം എന്താണ്? കാഴ്ച, അല്ലേ? ചെവിയുടെ വിഷയം എന്താണ്? കേൾവി. അതുമാതിരി നമ്മുടെ ത്വച്ചയുടെ വിഷയമാണ് അതിന് സ്പർശം. അപ്പം ആ ഇന്ദ്രിയത്തിൻ്റെ അർത്ഥം അഥവാ അതിൻ്റെ വിഷയത്തിൽ രാഗദ്വേഷോ വ്യവസ്ഥിതോ, രാഗമോ ദ്വേഷമോ സ്ഥിതി ചെയ്യുന്നുണ്ടാവും. ഏത് ഇന്ദ്രിയ വിഷയത്തിലും ഒന്നിനോട് നമുക്ക് ഇഷ്ടമുണ്ടാവും, ആസക്തി ഉണ്ടാവും. ഒന്നിനോട് നമുക്ക് ഇഷ്ടക്കേട് മാത്രമല്ല ദ്വേഷം വരെ ഉണ്ടാവും. അപ്പം ഏത് ഇന്ദ്രിയ വിഷയത്തിനോടും ഒന്നിനോട് നമുക്കതിനെ വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതിനെ ഓർക്കേ വേണ്ട എന്നുള്ള വിചാരം ഉണ്ടാവും. അപ്പം എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിലും രാഗവും ദ്വേഷവും സ്ഥിതി ചെയ്യണു.
തയോ വശം ന ആഗച്ഛേത്. അവയുടെ തയോ അവയുടെ ആ രാഗദ്വേഷങ്ങളുടെ വശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വശത്ത് പെടരുത്, അതിൻ്റെ അധീനതയിൽ പെടരുത് അർജുന നീ എന്നാ ഭഗവാൻ പറയണത്. അപ്പം നമ്മൾ ആ രാഗത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ, രാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആസക്തി, ദ്വേഷം എന്ന് പറഞ്ഞാൽ ദ്വേഷം, അതിൻ്റെ അധീനതയിലാവാതെ ആകച്ചേത് എന്തിനെ പ്രാപിക്കരുത്. ഇപ്പം എന്ത് വസ്തു കണ്ടാലും നിസ്സംഗമായിട്ട് അതിനെ കാണുക, നിസ്സംഗമായിട്ട് കേൾക്കുക, അതിലേക്ക് രാഗവും വേണ്ട ദ്വേഷവും വേണ്ട, ഒരു വൈരാഗ്യ സ്വഭാവത്തിൽ. അപ്പം അതിനെ കണ്ടു, അതിനെ വിട്ട് കളഞ്ഞു, കേട്ടു, അത് വിട്ട് കളഞ്ഞു. ഹി തൗ അസ്യ പരിബന്ധിനോ. ഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ തൗ അവ രണ്ടും രാഗവും ദ്വേഷവും അസ്യ പരിബന്ധിനോ അത് ഈ ആത്മാവിൻ്റെ, ഇവിടെ ഭഗവാൻ പറയണത് അർജുനനോടാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം അസ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? ആത്മാവ്. ആ ആത്മാവിൻ്റെ ഉയർച്ചയ്ക്കുള്ള മാർഗ തടസ്സങ്ങളാണ്. അപ്പം ഇന്ദ്രിയ സംബന്ധികളായിട്ടുള്ള വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും ഇവിടെ നിർത്തില്ല. അതിൻ്റെ വിരക്തിയല്ല, അത് വിരക്തിയാണ്, വൈരാഗ്യമാണ് വേണ്ടത് പ്രാപ്തി. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗത രാഗദ്വേഷം. അപ്പം വിരക്തിയല്ല ദ്വേഷം. ആ ദ്വേഷത്തിന് രണ്ടും പാടില്ല. അപ്പം നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട്. അപ്പം ഈ രാഗത്തിന് അല്ലെങ്കിൽ ദ്വേഷത്തിന് നിയന്ത്രിക്കണം. ആ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ നിയന്ത്രിക്കണതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ ശരിക്കും പാലിച്ചിട്ട് വേണം ഒരാൾ ആ വിഷയങ്ങളോട് അടുക്കാൻ. അപ്പം ഒരാൾ ഈ ആസക്തി വിരക്തി എന്ന് ഇവിടെ പറയാൻ പറ്റില്ല, വിരക്തിയാണ് വേണ്ടത്. പക്ഷെ ആസക്തിയുടെയും ദ്വേഷത്തിൻ്റെയും അധീനതയിൽ പെടാൻ പാടില്ല, വിരക്തനാവണം. വൈരാഗ്യം പ്രാപിക്കുകയാണ് വേണ്ടത്. ഇപ്പം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമുക്ക് ഇന്ദ്രിയത്തിൻ്റെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ വിവേകം കൊണ്ട് തൻ്റെ അധീനത്തിലാക്കുക. ഓരോ ഇന്ദ്രിയത്തിനും, കണ്ണിന് അതിൻ്റെതായ, ചെവിക്ക് അതിൻ്റെതായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ തൻ്റെ വിവേകം കൊണ്ട് തൻ്റെ അധീനത്തിലാക്കുക, അതിൻ്റെ അധീനത്തിൽ പെടരുത്. എന്നിട്ട് ആ വിഷയങ്ങൾ പിന്നെ ഒരിക്കലും ആ ആത്മാവിനെ തൻ്റെ അധീനത്തിലാക്കാതെ ഇരിക്കണം. ഒരിക്കലും ആ ആത്മാവ് വീണ്ടും ആ വിഷയങ്ങളുടെ അധീനത്തിൽ പെടരുത്. ആ വിഷയങ്ങളിൽ നിന്ന് അതീതനാവണം, ആ രാഗദ്വേഷങ്ങളിൽ നിന്ന് അതീതനാവണം. അതിനാണ് വൈരാഗ്യം എന്ന് പറയുക. അപ്പം ആ ആസക്തിയുടെയും ദ്വേഷത്തിൻ്റെയും അധീനതയിൽ ആ ആത്മാവ് വീണ്ടും ചെന്ന് വീഴരുത്. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ, മോക്ഷത്തിൻ്റെ വഴിയിലെ വിലങ്ങുകളാണ്, വിലങ്ങ് തടി അല്ലെങ്കിൽ അത് മാർഗ തടസ്സങ്ങളാണ്. അതിനെ അതിക്രമിക്കാൻ പിന്നെ വീണ്ടും ബുദ്ധിമുട്ടേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും കുറേ അധികം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സനുഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. വിഗുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്? ഗുണങ്ങളില്ലാതെ. ഇപ്പോൾ വിഗുണ. ഇപ്പം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, തൻ്റെ ധർമ്മം, തനിക്ക് വിധിച്ചിട്ടുള്ള ആ കർമ്മങ്ങൾ, ഓരോ വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങളുണ്ട് അല്ലേ? അത് ഒന്നുകിൽ സത്വഗുണത്തിൽ അല്ലെങ്കിൽ രജോ ഗുണത്തിൽ തമോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ ബാഹ്യമായിട്ട് തോന്നും. പക്ഷെ ആ വ്യക്തിയുടെ അത് സ്വധർമ്മമാണ്. അപ്പം വിഗുണ എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അത് അല്പം ത്രുടി, കൂടുതൽ കുറഞ്ഞ് ത്രുടി, തെറ്റോടുകൂടെ ചെയ്ത കാര്യങ്ങളായിരിക്കാം. പക്ഷെ അത് സ്വധർമ്മമാണ്, ഒരു വ്യക്തിയുടെ സ്വന്തം ധർമ്മമാണ്. ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ ആ ധർമ്മകർമ്മങ്ങൾ എന്താണ്? അവർ യജ്ഞം ചെയ്യിക്കുക അല്ലേ? സ്വയം ചെയ്യുക, അന്യന് വേണ്ടി ചെയ്യുക. പിന്നെ ദാനം ദക്ഷിണ മേടിക്കുക, അന്യന് കൊടുക്കുക. ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വിദ്യ ആർജിക്കുക, വിദ്യ അന്യന് കൊടുക്കുക. ഇതാണ് വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക, അല്ലെ ദാനം സ്വീകരിക്കുക, ദാനം അന്യനും കൊടുക്കുക. അതുമാതിരി യജ്ഞാദികൾ ചെയ്യുക, യജ്ഞാദികൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് ഒരു ബ്രാഹ്മണൻ്റെ ഒരു കർമ്മം അല്ല. അതുമാതിരി ക്ഷത്രിയൻ്റെ യുദ്ധം ചെയ്യുക അല്ലേ, പരിപാലനം ചെയ്യുക തൻ്റെ പ്രജകളെ. അപ്പോൾ വൈശ്യൻ്റെ ആണെങ്കിൽ കൃഷി ചെയ്യുക, ഗോരക്ഷ ചെയ്യുക, വാണിജ്യം ചെയ്യുക. ഇപ്പോൾ മറ്റുള്ള ആ കനിഷ്ഠ വിഭാഗത്തിൻ്റെ
അന്യൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. ഇത് അല്പം ഇപ്പൊ ഒരു ബ്രാഹ്മണനാണ്, തൻ്റെ ധർമ്മത്തിൽ അല്പാൽപ്പം പിഴവ് വന്നു എങ്കിൽ അതിന് ദോഷമില്ല. ആ അതിൽ കുറച്ച് വിഗുണമാണ്, കുറച്ച് ത്രുട്ടികൾ വന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അത് തനിക്ക് വിധിച്ച കർമ്മം സ്വനുഷ്ഠിതാത് നന്നായി ചെയ്യുന്നത് പറഞ്ഞാൽ അതങ്ങനെ അവനവന് പറ്റണ അത്ര, അവനവൻ്റെ എത്രത്തോളാണോ കഴിവ് അതിനനുസരിച്ച് ചെയ്യണത്. അന്യൻ്റെ ധർമ്മത്തിനെ ശ്രേയാൻ അന്യൻ്റെ ധർമ്മത്തിനെ കൂടുതൽ നന്നായി പരിപൂർണമായിട്ട് ചെയ്തു. ഒരു ക്ഷത്രിയൻ ഒരു ബ്രാഹ്മണൻ്റെ കർമ്മം വളരെ പരിപൂർണമായിട്ട്, അതിലൊരു ത്രുട്ടിയില്ല, ഒരു തെറ്റില്ല, പക്ഷെ അതുകൊണ്ട് വലിയ ഗുണമില്ല എന്നാണ് പറയണത്. അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ശ്രേയസ്കരമാണ് സ്വന്തം ധർമ്മത്തിനെ സ്വല്പം തെറ്റോടുകൂടി ചെയ്താലും അന്യൻ്റെ ധർമ്മം ചെയ്യണേക്കാളും അത് ശ്രേയസ്കരമാണ്. സ്വധർമ്മേ നിധനം, തൻ്റെ ധർമ്മം ചെയ്ത് മരിക്കുകയാണ്. ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണ്, അല്ലേ? അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ മരിക്കാം, ജയിക്കും ചെയ്യാം, തോൽക്കും ചെയ്യാം, മരിക്കും ചെയ്യാം. അപ്പോൾ ആ സ്വധർമ്മത്തിലെ നിധനം വരികയാണ്, അല്ലെങ്കിൽ മരണം തന്നെ വരികയാണെങ്കിൽ എന്താണ്? ശ്രേയസ്സാണ് അത്. അത് മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വീരസ്വർഗത്തിലേക്കൊക്കെ നയിക്കും. പരധർമ്മ അനുഷ്ഠാനം ഭയാവഹ, അന്യൻ്റെ ഒരു ധർമ്മം അതിനെ വളരെ ഒരു ത്രുട്ടിയില്ലാണ്ട്, ഒരു തെറ്റില്ലാണ്ട്, ഒരു പിഴയില്ലാണ്ട് വളരെ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഭയാവഹമാണ്. ഇപ്പൊ തനിക്ക് വിധിച്ച ധർമ്മത്തിലും കർമ്മത്തിലും നിൽക്കാവൂ, അന്യൻ്റെയിലേക്ക് അതിക്രമിച്ച് കയറരുത്. ഇപ്പൊ പൂർണ്ണതയോടെ അല്ലെങ്കിലും തനിക്ക് വിധിക്കപ്പെട്ടുള്ള ചുമതലകൾ നിറവേറ്റുകയാണ് അന്യരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനേക്കാൾ നല്ലത്. സ്വകൃത്യ നിർവഹണത്തിൽ അഥവാ ഇനി മരണം സംഭവിക്കുക തന്നെയാണെങ്കിൽ കൂടി അന്യൻ്റെ ധർമ്മം പൂർണ്ണമായി ചെയ്തു എന്നിട്ട് അതിൽ വിജയം കൈവരിച്ചു എങ്കിലും അത് ശ്രേയസ്കരമല്ല. സ്വന്തം കർമ്മം ചെയ്ത് മരിക്കുകയാണ് ശ്രേയസ്കരം. അന്യൻ്റെ ധർമ്മം ചെയ്തിട്ട് അതിൽ ശ്രേയസ്കരം ഇല്ല. അപ്പം അന്യൻ്റെ ആ വഴി, അന്യൻ്റെ ആ ധർമ്മം സ്വീകരിക്കുന്നത് ആപൽക്കരമാണ്. കാരണം അതുകൊണ്ട് ദോഷമേ ഉള്ളൂ, ഗുണമുണ്ടാവില്ല. പക്ഷെ ഇന്നൊക്കെ എല്ലാവർക്കും അന്യൻ്റെ ധർമ്മങ്ങളെ സ്വീകരിക്കണേലാണ് താല്പര്യം, അല്ലേ? സ്വന്തം കർമ്മത്തിനൊക്കെ ആൾക്കാർ വിട്ട് കളഞ്ഞിട്ട് അന്യൻ്റെ ധർമ്മങ്ങളെ സ്വീകരിച്ചിട്ട് അതാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നും. പക്ഷെ അതുകൊണ്ട് ദോഷമേ ഉള്ളൂ, ഗുണമില്ല എന്നാണ് പറയണത്. ഇപ്പോൾ അർജുനന് ഒരു സംശയം തോന്നാണ്. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാഷ്ണേയ ബലാദിവ നിയോജിത. ഇത് കേട്ടപ്പോൾ അർജുനനൊരു സംശയം വന്നു. അർജുനൻ ചോദിച്ചു, ഹേ വാഷ്ണേയ, ഹേ വൃഷ്ണികുലത്തിൽ ജനിച്ചവനെ, വൃഷ്ണിവംശജനെ, അധ കേന പ്രയുക്ത, അധ എന്ന് പറഞ്ഞാൽ എന്നാൽ, കേന ആരാലാണ് പ്രയുക്ത പ്രേരിതനായിട്ട്, ആര് പ്രേരിപ്പിച്ചിട്ടാണ്, അയം പുരുഷ എന്ന് പറഞ്ഞെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ, ആത്മാവ്, അല്ലേ? ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അപ്പം ആര് പ്രേരിപ്പിച്ചിട്ടാണ് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവ്? അതിനിഷ്ടമല്ല ഒരു തെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പാപം ചെയ്യാൻ ആത്മാവിന് ഇഷ്ടമല്ല. പക്ഷെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അല്ലേ? എല്ലാ പ്രേരണയും മനസ്സാണ് പ്രേരിപ്പിക്കണമെന്ന് പറയണു നമ്മൾ, അല്ലേ? മനസ്സെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ഒരു വസ്തു ഇല്ല, വിചാരങ്ങളുടെ ഒരു ഭാണ്ഡമാണ്. നമ്മുടെ വിചാരങ്ങളുടെ ഒരു ഭാണ്ഡം എന്ന് പറഞ്ഞാൽ തന്നെ വേണം മനസ്സ്. അപ്പം ഈ മനസ്സിൽ വിചാരങ്ങളെ ഉണ്ടാക്കണത് ആരാണ്? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവല്ലേ? അപ്പം ആ പുരുഷൻ അനിച്ഛന്നപി, ആ പുരുഷന് അല്ലെങ്കിൽ ആ ആത്മാവിന് ഇച്ഛയൊന്നുമില്ല. ഇച്ഛയില്ലെങ്കിലും ബലാലായിട്ട് എന്ന് പറഞ്ഞാൽ ബലാൽക്കാരേണ നിയോജിത ഇവ, ഒരു ബലാലായിട്ട് അവരെ ബലപൂർവ്വം ആരോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണ മാതിരി പാപം ചരതി, അപ്പൊ പാപം ചെയ്യണം, അല്ലേ? ആത്മാവ് ഇച്ഛപ്പെടുന്നില്ല, പക്ഷെ അവനെ കൊണ്ട് പാപം ചെയ്യിക്കുക. എല്ലാ ആത്മാവും നിഷ്പാപമാണ്, ഭഗവത് സ്വരൂപമാണ്. കാരണം ഭഗവാന് മനസ്സില്ല അത്രയും.
മനുഷ്യനും ഭഗവാനും തമ്മിലുള്ളൊരു വ്യത്യാസത്രേ ഉള്ളൂ. ഭഗവാന് മനസ്സില്ല, കാരണം ചിന്തകളില്ല. ഭാണ്ഡക്കെട്ട് ഏറ്റിക്കൊണ്ട് ഭഗവാൻ നടക്കണില്ല. ഭൂതം ഭാവി എന്താവും എന്തായി എന്നുള്ളതൊന്നുമില്ല. ഭഗവാൻ വർത്തമാനത്തിൽ ജീവിക്കണ ആളാണ് എന്ന് വേണം പറയാം. പക്ഷെ നമുക്കൊക്കെ വർത്തമാനേ ഇല്ല അല്ലേ. നമ്മളിപ്പോൾ എവിടെ വർത്തമാനം? ഒരു സെക്കൻഡ് മുമ്പത്തെ കഴിഞ്ഞാൽ അത് ഭൂതായി, ഒരു സെക്കൻഡ് പിന്നത്തുള്ളത് ഭാവിയായി. നമുക്കറിയില്ല ഇത് നമ്മുടെ വർത്തമാനം തന്നെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ ഒന്നുകിൽ ഭൂതത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ആ തെറ്റ് പറ്റി ഈ തെറ്റ് പറ്റി അങ്ങനെ ഇങ്ങനെ അത് നഷ്ടം ഇത് നഷ്ടം എന്ന് പറഞ്ഞിരിക്കും. ഭാവിയെ പറ്റിയിട്ട് ദുഃഖമായി നമുക്ക്. പിന്നെ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയമായി അല്ലേ. ഭാവിയിൽ എന്താവും ഭാവിയിൽ എന്താവും ഭാവിയിൽ എന്താവും ഇതേ ഉള്ളൂ മനുഷ്യൻ. അപ്പോൾ ഒന്നുകിൽ ദുഃഖത്തിൽ നിൽക്കും, അല്ലെങ്കിൽ ഭീതിയാവും പേടിയും ഭാവിയിൽ എന്താ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ ഇത് രണ്ടുമില്ല. ഭഗവാൻ ഭൂതത്തിനെ പറ്റിയും ചിന്തിക്കണില്ല, ഭാവിയെ പറ്റിയും ചിന്തിക്കണില്ല. ഭഗവാന്റെ കയ്യിൽ ചിന്തകളേ ഇല്ല. അത് കാരണം ഭഗവാന് മനസ്സില്ല എന്നാ പറയാം. അപ്പം എല്ലാവരും എന്താ ഒരാളുടെ ഒന്നും ഇല്ലാത്ത സാധനമല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ഉള്ള സാധനം വീണ്ടും വീണ്ടും കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം? അവർക്ക് കൊണ്ട് ഒരു ഗുണമില്ല. അപ്പോൾ ഭഗവാൻ ലക്ഷ്മിപതിയാണ്. ഭഗവാന്റെ കയ്യിൽ പൈസ പണത്തിനൊരു കമ്മിയില്ല, സമ്പത്തിന് കമ്മിയില്ല, എല്ലാം ഉണ്ട് ഭഗവാൻ. പക്ഷേ ഭഗവാന്റെ ഇല്ലാത്തൊരു വസ്തു എന്താണ്? മനസ്സ് അല്ലേ. നമ്മുടെ മനസ്സിനെ ആകുമ്പോൾ ഭഗവാന് കൊടുക്കണം. അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് സ്വീകരിക്കുമോ പെട്ടെന്ന്? ഈ ഇങ്ങനെ ദുഃഖിക്കണം അല്ലെങ്കിൽ ഭീതിയുള്ള മനസ്സിനെ ഭഗവാൻ സ്വീകരിക്കും? അത് സ്വീകരിക്കേണ്ടാവില്ല. അപ്പം അത് ഭഗവാൻ സ്വീകരിക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഭഗവാന് ഗുണമില്ല അല്ലേ. അതാണ് സുമനം. നമ്മൾ പൂവ് സുമൻ ഭഗവാന് കൊടുക്കുക. സുമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുഷ്പം അല്ലേ, പൂവ്. പത്രം പുഷ്പം ഫലം തോയ ഇതിലേതോ വേണമെങ്കിൽ ഭഗവാന് കൊടുക്കാം. അപ്പം സുമനം കൊടുക്കാം, പുഷ്പം കൊടുക്കാം. ആൾക്കാരെന്ത് ചെയ്യും? മാർക്കറ്റിലുള്ള പൂവ് മുഴുവനെ വാങ്ങിക്കൊടുന്നിട്ട് ആ ഭഗവാന്റെ തലയിൽ കൂടെ എങ്ങനെ അഭിഷേകം ചെയ്യും? ഇതാണോ ഭഗവാൻ ഉദ്ദേശിച്ചത്? അല്ല. സുമനം നമ്മുടെ പൂവ് മാതിരിയുള്ള ഫ്രഷ് മൈൻഡ്, നല്ല ഫ്രഷായിട്ടുള്ള മൈൻഡ് ഭഗവാന് കൊടുക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളൊന്നും അതിൽ ചളിയായിട്ട് പറ്റിയിട്ടില്ല. അത്രയും പവിത്രമായിട്ടുള്ള മനസ്സാണ് ഭഗവാന് കൊടുക്കേണ്ടത്. പക്ഷെ അത് മനുഷ്യർക്ക് മനസ്സിലാവില്ല. എല്ലാവരുടെയും അത് ഈ കാമക്രോധ ലോഭം കൊണ്ട് അതൊക്കെ മൂർച്ചയെണ്ണു, മനസ്സിനെ മൂർച്ഛിച്ചെണ്ണു. അപ്പം അത് കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പം അതിന് പകരം സുമനം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂവ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും ഭഗവാന് വേണ്ടി അല്ലേ. അപ്പം ഭഗവാന്റെ ഈ വക വർത്താനം കേട്ടപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ആരാണ് ഈ മനസ്സിനെ കൊണ്ട് അഥവാ ഈ ആത്മാവിനെ കൊണ്ട് ഇങ്ങനെ ബലാത്കാരേണ പാപം ചെയ്യിക്കണത്? ആരാണ് ഈ പ്രേരിപ്പിക്കണത് പാപം ചെയ്യാൻ എന്നാണ് അർജുനൻ്റെ സംശയം. അപ്പോൾ ഭഗവാൻ അതിന് ഉത്തരം പറയാണ്. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ആരാണ് ആ പ്രേരിപ്പിക്കണ വ്യക്തി എന്നുള്ള ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറയാണ്, ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശന മഹാപാപ്മ. ഇവ മഹാപാപിയാണ്. ആര്? ആ വ്യക്തി ആരായാലും. ആരാത്? ഏഷ ഇത് ഇവൻ. ഇവൻ എവിടുന്ന? അവൻ്റെ ഉത്ഭവം എവിടുന്ന? അവൻ രജോ ഗുണ സമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. മഹാശനനാണ്. അവൻ എത്ര കഴിച്ചാലും മതിയാവില്ല. എത്ര കൊണ്ടുവന്നാലും കൊടുത്താലും ഒന്ന് കിട്ടി അവൻ പറയുന്നു 4 എണ്ണം വേണമെന്ന് എനിക്ക്. അപ്പം അങ്ങനെ മഹാശനനാണ്. എത്ര ഭക്ഷിച്ചാലും അവന് മതിയാവില്ല. വീണ്ടും വീണ്ടും അവൻ്റെ വിശപ്പ് കൂടി വരുള്ളൂ. മഹാപാപ്മ, അവൻ മഹാപാപിയാണ്. അവൻ മഹാപാപിയാണ്. മഹാപാപി എന്താ ചെയ്യിക്കുക? അന്യനെ കൊണ്ടും പാപം ചെയ്യിപ്പിക്കും അല്ലേ. അപ്പം ആരാണ് ഈ വ്യക്തി? ഇത്രയും മഹാപാപിയായിട്ടുള്ളവൻ കാമനാണവൻ. കാമം. അപ്പം ഈ ഇത്രയും മഹാശനനാണവൻ. എത്ര ഭക്ഷിച്ചാലും മതിയാവാത്ത മഹാപാപിയായിട്ടുള്ള ഈ കാമമാണ് ഇവന് ഈ ആത്മാവിനെ കൊണ്ട് ഈ പാപം ചെയ്യിപ്പിക്കണത്. ഏഷ ക്രോധ ഏനമിഹ. ഇത് ക്രോധമായി മാറും. പിന്നെ ആ കാമം പിന്നെ അവൻ ക്രോധമായി മാറണു. ഏനം ഇഹ വൈരിണം വിദ്ധി. ഏനം ഇതിനെ ഇഹ ഇവിടെ വൈരിണം വിദ്ധി, ഇവനാണ് ഏറ്റവും വലിയ ശത്രു എന്ന് മനസ്സിലാക്കിക്കോ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ ഒരാത്മാവിൻ്റെ ശത്രു? ആരാണ്? കാമമാണ് ഏറ്റവും വലിയ ശത്രു.
ശ്രീ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ അർജുന, രജോ ഗുണമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായത് കാമനകൾ അല്ലെങ്കിൽ കാമം എവിടുന്നാണ് ഉൽപ്പത്തിയാവുന്നത്? രജോ ഗുണത്തുനിന്ന്, അല്ലേ? രജോ ഗുണത്തുനിന്നാണ് അതിൻ്റെ ആ സമ്പർക്കം, രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കമുള്ള മനസ്സെന്നാണ് ഈ കാമത്തിൻ്റെ ഉൽപ്പത്തി. അത് എന്നിട്ട് മാറണത് എങ്ങനെയാണ്? ക്രോധത്തിൽ. നമ്മളിതിൻ്റെ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘാസഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹ എന്ന് വരെ അങ്ങനെ പറഞ്ഞു. സ്മൃതി വിഭ്രമ, ബുദ്ധിനാശം വരെ എത്തും അങ്ങനെ. അപ്പം അങ്ങനെ ആ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് അത് ക്രോധമായി തീർന്നു. കാരണം തൻ്റെ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അത് ക്രോധമാവും. കാമന ഒന്ന് പൂർണ്ണമായി സാധിച്ചാൽ അത് ലോഭമായി, ആസക്തിയായി. ഇതെൻ്റെ തന്നെ വേണം, ഇത് എനിക്ക് തന്നെ വേണം, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. അല്ല, അത് സാധിച്ചില്ലെങ്കിലോ ക്രോധമായി മാറും. അപ്പം ക്രോധമാവുമ്പോൾ അത് പിന്നെ ഒന്നും കൂടിയും രജോ ഗുണമാണോ അല്ലെങ്കിൽ തമോ ഗുണമാണോ എന്ന് പറയാൻ പറ്റില്ല. അത്രയും ഒരു തീഷ്ണ സ്വഭാവമായി മാറുന്നത്. അപ്പം അങ്ങനത്തെ ക്രോധവുമായി തീരണ കാമമാണ് ഈ ആത്മാവിനെ കൊണ്ട് പാപം ചെയ്യിക്കാൻ ബലാത്കാരേണ പ്രേരിപ്പിക്കുന്നത്. എല്ലാ ആത്മാവും പരിശുദ്ധമാണ്, അത് നിഷ്പാപമാണ്. ഭഗവാനെ മാതിരി അത് നിഷ്കളങ്കാണ് ഓരോ ആത്മാവും. പക്ഷെ അതിനെ ഈ രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സമ്പർക്കം ഉണ്ടാവുമ്പോഴാണ് അതിന് ഈ കാമനകളും അല്ലെങ്കിൽ ലോഭം ക്രോധം ഒക്കെ അതിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു. ഒരാത്മാവിൻ്റെ ശത്രു ഉണ്ടെങ്കിൽ ആരാണ്? കാമമാണ്. എന്നാൽ അതാണ് ആ ജീവനെ വീണ്ടും വീണ്ടും ഈ പടുകുഴിയിലേക്ക്, അഥവാ ഈ വീണ്ടും സംസാരത്തിലേക്ക് വലിച്ച് കൊണ്ടുപോണത്. ഒരു ജീവസത്ത ഭൗതിക സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ രജോ ഗുണവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് അവൻ്റെ ആ ശാശ്വത സ്വഭാവം അത് മറക്കുകയാണ്. ഞാൻ ആത്മസ്വരൂപമാണ് എന്നുള്ള കാര്യം മറക്കുകയാണ്. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ് എന്നുള്ള കാര്യം മറക്കുകയാണ്. അങ്ങനെ അത് ആ കാമന പൂർത്തിയായില്ലെങ്കിൽ ക്രോധമായി മാറും, പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ലോഭമായി മാറും. ഇത് രണ്ടും ആത്മാവിനെ വീണ്ടും വീണ്ടും ജന്മെടുക്കാൻ അത് പ്രേരിപ്പിക്കും. ഈ കാമമാണ് ഓരോ മനുഷ്യൻ്റെയും വലിയ ശത്രു, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശത്രു. ധൂമേന മ്രിയതേ വന്യർയഥാദർശോ മലേന ച യഥോ ബ്ലേനാവൃതോ ഗർഭ തഥാ തേനേദമാവൃതം. യഥാ ധൂമേന വന്നി മലേന ആദർശ. അപ്പം ഈ എങ്ങനെയാണോ, എപ്രകാരമാണോ ധൂമേന തീയിനെ, വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, അല്ലേ? അപ്പം അഗ്നിയെ ധൂമേന പുക കൊണ്ട് മറയ്ക്കപ്പെടുന്നു. അപ്പോൾ ഒരു തീയുണ്ടെങ്കിൽ അതിനെ പ്രകടിപ്പിക്കാൻ സമ്മതിക്കില്ല പുക വന്നിട്ട്. ആ പുക അങ്ങനെ തീയിനെ പ്രകടമാക്കാൻ സമ്മതിക്കില്ല. മലേന ആദർശ, മല എന്ന് പറഞ്ഞാൽ പൊടി, അഴുക്ക് ഒരു കണ്ണാടിയെ മറച്ചു വെക്കണു, അതുമാതിരി അഗ്നിയെ പുക മറച്ചു വെക്കണു. ആമ്രിയതേ, അതിനെ ആവരണം ചെയ്യണു. യഥാ ഉൽബേണ ഗർഭ. അപ്പൊ ഉൽബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗർഭാശയം അതിൻ്റെ ഉള്ളിലുള്ള ആ ഭ്രൂണത്തിനെ, ആ ശിശുവിനെ അതിനെ മറച്ചു വെക്കണം. യഥാർത്ഥത്തിനെ കാണിക്കണില്ല ഇവരെ, മറച്ചു വെക്കുകയാണ്. അതിനെ ആവരണം ചെയ്തിരിക്കണു. തഥാ തേന ഇതം അതിനെ അതേമാതിരി എങ്ങനെയാണോ ഒരു തീയിനെ പുക മറച്ചു വെക്കണത്, ഒരു കണ്ണാടിയെ മാലിന്യം അഥവാ പൊടി മറച്ചു വെക്കണത്. കുറേ കാലം നമ്മൾ കണ്ണാടിയൊന്നും തുടച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? പതുക്കെ ചളി അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക പൊടിയൊക്കെ കയറിയിട്ട് പിന്നെ അതൊന്നും വ്യക്തമായിട്ട് നമുക്ക് ഒരു പ്രതിബിംബവും കാണാൻ സാധിക്കില്ല. അതേമാതിരി ഗർഭാശയത്തിൻ്റെ ഉള്ളിലേക്ക് ശിശുവിനെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഇത്
ആവൃതം, ഇതിനെ ആവൃതമാക്കി ആവരണം ചെയ്തിരിക്കണു. അപ്പൊ പുക തീയിനെ എന്ന പോലെയും പൊടി കണ്ണാടിയെ എന്ന പോലെയും ഗർഭാശയം ഭ്രൂണത്തെ എന്ന പോലെയും ജീവാത്മാവിനെ വ്യത്യസ്തമായ അളവുകളിലുള്ള കാമം ആവരണം ചെയ്തിരിക്കുന്നു. അപ്പൊ വ്യത്യസ്തമായ ഇതാണ്. അപ്പൊ ഈ തീയിനെ പുക ഒന്ന് നല്ലോണം നമ്മൾ ഊതി കൊടുത്താൽ മതി അല്ലേ, അപ്പൊ തീ ആളി കത്തിക്കൊള്ളും. അപ്പൊ അത് സത്വഗുണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ സത്വഗുണമാകുന്ന ഒരു അഗ്നി ഒരു പുക മാതിരി, ഒരു പുക വളരെ ലാഘവത്തോട് കൂടിയതാണ്, ലളിതമാണ് അല്ലേ. അപ്പം നമ്മളൊന്ന് പുകയെ ഊതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുക അവിടെ നിന്ന് മാറി, ആ തീരെ ഒന്ന് ഊതി കൊടുത്താൽ ഈ പുക മാറിയിട്ട് അവിടെ അഗ്നി പ്രകടമാവും. അതിന് കുറേ പ്രയാസപ്പെടണ്ട. പക്ഷേ അത് സത്വഗുണമാണ്. അപ്പൊ വേഗം ആ സത്വഗുണത്തിനെ മാറ്റാൻ എളുപ്പമാണ്. സത്വഗുണത്തിനെ മാറ്റിയിട്ട് ആ ആത്മാവിന് ഭഗവാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ രജോ ഗുണം അങ്ങനെയല്ല, അത് കുറച്ചും കൂടി പ്രയാസപ്പെടണം. ഇപ്പോൾ ഒരു ഊതി കൊടുത്തോണ്ടൊന്നും ഒരു കണ്ണാടിയുമ്പിലത്തെ ചളി പോവില്ല. അതിന് തുടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് അതിനെ വൃത്തിയാക്കണം. അതിന് കുറച്ചും കൂടിയും പണിയെടുക്കണം. പക്ഷേ ഒരു ഗർഭാശയത്തിലിരിക്കുന്ന ശിശുവിനെ ആർക്കും പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ ഒന്നും കൂടിയും അതിൻ്റെ ആ ആവരണം കുറച്ചും കൂടി കടുത്തതായിപ്പോയി. അപ്പം അത് തമോ ഗുണമായി മാറി. ആ തമോ ഗുണമാണ്. അപ്പം ആ തമോ ആയിട്ടുള്ള ആ കാമനകൾ, സത്വഗുണത്തോട് കൂടിയിട്ടുള്ള കാമനകളെ നമുക്ക് വേഗം നീക്കം ചെയ്യാൻ സാധിക്കും. രജോ ഗുണത്തിനെ കുറച്ചും കൂടി പ്രയാസപ്പെട്ടിട്ട് നമുക്കതിന് രക്ഷ നേടാൻ സാധിക്കും. തമോ ഗുണമാവുമ്പോൾ അതിനെ ഒരുപാടധികം പ്രയത്നിക്കേണ്ടി വരും. ചിലപ്പോൾ പ്രയത്നിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടാൻ പോണില്ല അല്ലെ. ഒരു ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കാണുന്നതൊന്നും എളുപ്പമല്ല, സാധ്യമല്ല. ജീവാത്മാവിൻ്റെ വിശുദ്ധമായ ആ അവബോധത്തെ അല്ലെങ്കിൽ ആത്മബോധത്തിനെ മൂടി വയ്ക്കുന്നതിന് 3 തലങ്ങളിലുള്ള ആവരണങ്ങളാണ് ഉള്ളത്. അഥവാ താൻ ആരാണ് എന്ന ആ ബോധത്തിനെ അത് മറന്നു പോകണം. അതിനെ പെട്ടെന്ന് സത്വഗുണത്തിനെയാണെങ്കിൽ പെട്ടെന്ന് പ്രകാശിപ്പിക്കാൻ സാധിക്കും. രജോ ഗുണത്തിനെ കുറച്ചും കൂടി പ്രയത്നിച്ചാൽ, പക്ഷെ തമോ ഗുണത്തിന് എളുപ്പമല്ല. ഇപ്പൊ പുക തീയിനെ എന്ന പോലെ, കണ്ണാടിയെ പൊടി എന്ന പോലെ, ഗർഭാശയം ഭ്രൂണത്തിനെ എന്ന പോലെ മൂടുന്ന ഈ ആവരണം എന്താണ്? കാമമാണ്. അപ്പൊ തമോ ഗുണിയായിട്ടുള്ള കാമനകള് വളരെ കടുത്തതാണ്. അതിനെ മാറ്റി നിർത്താൻ എളുപ്പമല്ല. അത് കൂടുതൽ ആ ആത്മാവിനെ അധോഗതിയിലേക്ക് കൊണ്ടുപോവുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആവൃതജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാനലേന ച. ഹേ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, ജ്ഞാനിന നിത്യവൈരിണ കാമരൂപേണ ദുഷ്പൂരേണ. ജ്ഞാനിന, ഒരു ജ്ഞാനിയുടെ നിത്യവൈരിയാണ് ആരാ? ഈ കാമം. ഒരു ജ്ഞാനിയായ വ്യക്തിയുടെ നിത്യവൈരിയാണ്. ഇവർ രണ്ടാളും കൂടി യോജിക്കുകയില്ല. അപ്പൊ ആ കാമരൂപമായിരിക്കണ അവൻ എങ്ങനത്തോനാണ്? ദുഷ്പൂരേണ, അവനെ ഒരിക്കലും തൃപ്താക്കാൻ സാധിക്കുകയില്ല. കാമനകളെ തൃപ്താക്കാൻ ആരൊക്കെ സാധിക്കും? നമ്മൾ ഒരു യജ്ഞകുണ്ടത്തിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഗ്നി എപ്പോഴെങ്കിലും കെടും? ഇല്ല, അത് കത്തിയും കൊണ്ടേയിരിക്കും. അംഗങ്ങളിതം വലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാഹി ഗൃഹീത്വാ ദണ്ഡം തദപി മുഞ്ചതി ആശാപിണ്ഡം അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ആ അംഗങ്ങളിതം വൃദ്ധരായിട്ടുണ്ടാവും, മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും. വായയിൽ ഒരു പല്ല് പോലും ഉണ്ടാവില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുമ്പോൾ വടി പിടിച്ചിട്ടാണ് നടക്കുന്നുണ്ടാവും. അംഗങ്ങളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാഹി ഗൃഹീത്വാ ദണ്ഡം. ഒരു വടി പിടിച്ചിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കണ്ടാവില്ല. തദപിന മുഞ്ചതി ആശാപിണ്ഡം. എന്നാലും മനസ്സിൽ ആശകൾ നശിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴും ആ പഴയ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. അപ്പൊ അംഗം കളിതമായതുകൊണ്ടൊന്നും കാര്യമില്ല അല്ലേ. ആ മനസ്സിന്ന് ആശകൾ അത്രയും തമോ ഗുണിയാണ് അങ്ങനത്തെ ആശകള്, അങ്ങനത്തെ കാമനകള്. അപ്പൊ അതാണ് ദുഷ്പൂരേണ. നമ്മളതിനെ എത്ര പൂർണ്ണമാക്കാൻ ശ്രമിച്ചാലും അത് ശരീരത്തിന് ശക്തി ഉണ്ടാവില്ല. അപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള ദഹന ശക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴിക്കാൻ പല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ ദഹനശക്തി ഉണ്ടാവില്ല. പക്ഷെ കഴിക്കാനുള്ള ആഗ്രഹം പോണില്ല അല്ലേ, ആഗ്രഹം പോണില്ല.
അതേമാതിരി എല്ലാ കാമനകളും ആ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ആ ചില പരിധികളുണ്ട്. അത് കാരണം അതിന് ആ ഒരു കാര്യങ്ങളെ ആഗ്രഹിച്ച മാതിരി ചെയ്യാൻ പറ്റില്ല. പക്ഷേ മനസ്സിൽ ആഗ്രഹം എപ്പോഴും കിടക്കുക. അത് കാരണം അത് ഒരിക്കലും തൃപ്തനാവാത്തവനാണ് ഈ കാമനകളെ. തേന അലനേനച്ച, ഈ കാമമാകുന്ന അഗ്നിയാൽ ജ്ഞാനം ആവൃതം, ഈ ജ്ഞാനമാകുന്ന ആ ശുദ്ധ ആത്മബോധത്തിനെ ഈ കാമനകൾ ഇത് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്, ഇതിനെ ആവരണം ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും തൃപ്തിപ്പെടാൻ നമുക്ക് അതിനെ പെടുത്താൻ സാധ്യമല്ല. അപ്പം ആ കാമനകളെ ഒരിക്കലും തൃപ്തമാക്കാൻ സാധിക്കാത്തതാണ്. അത് തീയ പോലെ ആളിക്കത്തുന്നതാണ്. അതാണ് നമ്മൾ പറയാറില്ലേ, കാമാഗ്നി, ക്രോധാഗ്നി ഒക്കെ അത് പറയാറുണ്ട് അല്ലേ. ഇതിനെ ആളിക്കത്തും, അതിനൊരു അവസരം കിട്ടിയാൽ മതി. എല്ലാവരുടെയും ഉള്ളിലുള്ളതാണത്, എല്ലാ ജീവജാലം ദേവന്മാരുടെയും കൂടി അല്ലേ. പക്ഷെ അതിനൊരു അവസരം കിട്ടിയാൽ അത് ആളിക്കത്തും, തീ കത്തണ മാതിരി. അപ്പം അങ്ങനെ ആ തീയ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രു അഥവാ ഈ ജ്ഞാനിയായിട്ടുള്ള ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായിട്ടുള്ള ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ആ വിവേകം എന്നെന്ത് വേണമെങ്കിൽ പറയാം അല്ലേ. വിശുദ്ധമായിട്ടുള്ള ആ അറിവ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ ആത്മാവാണ് എന്നുള്ള, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ആ ജ്ഞാനത്തിന്, ആ അറിവിനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം അത് എങ്ങനെയാണോ, അപ്പം അതിനുള്ളൊരു ഉപമ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയണ്ടായി. അപ്പം അതിനെ ഈ കാമം ആ വിവേകത്തിനെ ആകെ മറച്ചിട്ട് ആത്മാവിന് താൻ ആരാണ് എന്നുള്ള ആ സ്ഥിതിയെ മറന്നു. ഞാൻ ഭഗവത് അംശമാണ്, ഭഗവാന്റെ എന്തെല്ലാമാണോ ആ ഗുണങ്ങൾ അതെല്ലാം ഈ ജീവാത്മാവിൻ്റെ ഉണ്ട്. പക്ഷെ അതിനെല്ലാം അത് മറച്ചിരിക്കുകയാണ്, പ്രകടമാക്കാൻ സമ്മതിക്കണില്ല. അപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഇന്ധനം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തീയിനെ ഒരിക്കലും നമുക്ക് കെടുത്താൻ പറ്റില്ല. അതേമാതിരി ഇന്ദ്രിയ ഭോഗങ്ങൾ അതിന് അങ്ങനെ അങ്ങനെ തോന്നിയതിനെയൊക്കെ ആ മനസ്സിൽ ആശ വന്നു, അതിനെ പൂർത്തിയാക്കി കൊടുത്തു. ഓരോ ആശ വന്നു, പൂർത്തിയാക്കി കൊടുത്തു. ഇന്ദ്രിയങ്ങൾക്കാണോ ആഗ്രഹം? അല്ല, മനസ്സിനാണ് ആഗ്രഹം. പക്ഷെ ഇന്ദ്രിയങ്ങൾ അതിനെ പൂർത്തിയാക്കി കൊടുക്കണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഇന്ദ്രിയ ഭോഗങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ഒന്നും കാമനകളെ ശമിപ്പിക്കാൻ സാധ്യമല്ല. ഈ അഗ്നിക്ക് ഇന്ധനം കൊടുക്കരുത്. അപ്പം മനസ്സ് ആഗ്രഹപ്പെടുകയാണെങ്കിൽ മനസ്സിനോട് ഇത് തരാൻ പറ്റില്ല, ഇത് ഞാൻ നിനക്ക് തരില്ല. നമ്മൾ കുട്ടികളോട് പറയാറില്ലേ, നീ എത്ര കരഞ്ഞാലും വേണ്ടില്ല, ഇത് പറ്റില്ല, തരാൻ പോണില്ല, പറ്റില്ല അത് എന്ന് 4 പ്രാവശ്യം കുട്ടികളോട് നമ്മൾ കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാമത്തെ പ്രാവശ്യം ആ കുട്ടി ചോദിക്കില്ല. കുട്ടി ചോദിക്കണേൻ്റെ മുമ്പ് എടുത്തു കൊടുത്താലോ, കുട്ടി ഇന്ന് 1 ചോദിച്ചോളൂ, നാളെ 10 ചോദിക്കും അല്ലേ. അപ്പം ആ കുട്ടികളുടെ നേരം നമ്മുടെ പെരുമാറ്റം മാതിരി തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനോട് ഇത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തരാൻ പറ്റില്ല. അപ്പം പിന്നെ മനസ്സ് തന്നെ ശാന്തമായിക്കോളും. ഇന്ദ്രിയാണി മനോബുദ്ധിർ അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷാ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയാണി മനബുദ്ധി, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അസ്യ അധിഷ്ഠാനം ഉച്യതേ. അപ്പം എവിടെ ഈ കാമനകളുടെ വാസസ്ഥാനം? ഈ കാമത്തിൻ്റെ ഇരിപ്പിട എവിടെ അവൻ്റെ താമസം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ അവിടുന്ന് നമുക്ക് തുരത്താലോ. അപ്പം അവൻ എവിടെയൊക്കെയാണെന്നാണ് ഭഗവാൻ പറയണത്. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളിലുണ്ട്. പിന്നെ മനബുദ്ധി, മനസ്സിലുണ്ട് അവൻ്റെ വാസം, ബുദ്ധിയിലുണ്ട്. നല്ല എന്ന് പറഞ്ഞാൽ പ്രധാന സ്ഥലങ്ങളിലാണ് അവൻ്റെ വാസം എന്തായാലും. അപ്പം മനസ്സിലും ബുദ്ധിയിലും അസ്യ അധിഷ്ഠാനം, ഇവൻ്റെ ഈ കാമത്തിൻ്റെ അധിഷ്ഠാന ഇരിപ്പിടമെന്ന ഉച്ചതേ പറയപ്പെടുന്നു. അപ്പോൾ ഇവൻ്റെ വാസസ്ഥാനം ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവിടെയാണ്. ഏഷ ഏതൈ ജ്ഞാനം ആവൃത്യ, ഏഷ ഇവൻ ഈ കാമം ഏതൈ ഇവയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട്? ഇന്ദ്രിയങ്ങളെ കൊണ്ട്, മനസ്സിനെ കൊണ്ട്, ബുദ്ധിയെ കൊണ്ട്. ജ്ഞാനമാവൃത്യ ദേഹിനം വിമോഹയതി, ആ ജ്ഞാനത്തിന് ഈ കാമം ഈ ഇന്ദ്രിയ മന ബുദ്ധി ആദികളെ കൊണ്ട് ആ ജ്ഞാനത്തിനെ അങ്ങോട്ട് മറയ്ക്കും. ജ്ഞാനത്തിനെ മറച്ചിട്ട്
ദേഹിനം വിമോഹയതി. ആ ദേഹി അഥവാ ആത്മാവിനെ മോഹിപ്പിക്കണം. എന്നാൽ ഇവിടെ വിവേകത്തിനെ മറച്ചിട്ട് കാമം തൻ്റെ വിവേകത്തിനെ മറച്ചിട്ട് ആത്മാവിനെ വിമോഹിപ്പിക്കണു. അപ്പം ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയാണ് ഈ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ. അവയിൽ കൂടി കാമം യഥാർത്ഥ ജ്ഞാനത്തെ ആവരണം ചെയ്ത് ജീവനെ, ഈ ആത്മാവിനെ മോഹിപ്പിക്കണു. അപ്പം ഈ ശത്രു കേന്ദ്രങ്ങൾ ഇതാണ്. ഒരു ആത്മാവിൻ്റെ ശത്രുവായിട്ടുള്ള ഈ കാമത്തിൻ്റെ ഇരിപ്പിടങ്ങൾ പ്രധാനമായിട്ടുള്ള താവളങ്ങളാണ്. ഒരു ശരീരത്തിലതല്ലേ ഇന്ദ്രിയങ്ങൾ, പ്രധാനമൊന്ന് ഇന്ദ്രിയാണ്, പിന്നെ രണ്ടാമതും മനസ്സാണ്, പിന്നെ ബുദ്ധിയാണ്. ഇത് മൂന്നും ശരിയല്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യനാണ്? തസ്മാത് ത്വമിന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാപ്മാനം വ്രജഹീഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹേ ഭരതർഷഭ, ഭരതശ്രേഷ്ഠനായവനെ, തസ്മാത്, ഭരതവംശത്തിലെ ശിരോമണിയാണ് അർജുനൻ അല്ലേ. അപ്പം ആ ഭരത ശിരോമണിയായിട്ടുള്ളവനെ, ഭരതവംശ ശിരോമണിയായവനെ, അതുകൊണ്ട് ത്വം ആദോ ഇന്ദ്രിയാണി നിയമ്യ, നീ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രിയാണി നിയമ്യ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. പിന്നെ ജ്ഞാനവിജ്ഞാനനാശനം ഏനം പാപ്മാനം. അപ്പം ഈ ജ്ഞാനവിജ്ഞാനനാശനം, ജ്ഞാനത്തിനെയും വിജ്ഞാനത്തിനെയും, വിജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വിശുദ്ധമായ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ അംശമാണ് എന്നുള്ള ആ ആത്മബോധം, ആ ആത്മബോധത്തിനെ നശിപ്പിക്കണ ഏനം പാപ്മാനം ഹി രജഹി. അവൻ ഇങ്ങോട്ട് തന്നെ നശിപ്പിക്കണതിൻ്റെ മുമ്പേ നീ എന്ത് ചെയ്യണം? ആ കാമനകളെ നീ നശിപ്പിക്കണം, അവനെ ഹനിക്കണം, അവനെ വധിക്കണം അല്ലേ. ഒരു ശത്രു നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? ഒരു ക്ഷത്രിയൻ അങ്ങോട്ട് അവനെ വധിക്കണം അല്ലേ. ഒരു അമ്പ് ഇങ്ങോട്ട് വന്ന് തറക്കണതിൻ്റെ മുമ്പേ മിടുക്കനായിട്ടുള്ള ക്ഷത്രിയൻ എന്താ ചെയ്യുക? ആദ്യം അങ്ങോട്ട് അമ്പയക്കും അല്ലേ. അതേമാതിരി ഒരു പ്രത്യേക സൈനികരാണെങ്കിൽ ആ ശത്രു ഇങ്ങോട്ട് വെടിവെക്കണതിൻ്റെ മുമ്പ് അവനെ വെടിവെക്കുക. അതാണ് ഒരു സമർത്ഥനായിട്ടുള്ള സൈനികൻ്റെ ലക്ഷണം. അപ്പം നീ തന്നെ അവൻ ഇങ്ങോട്ട് ഉപദ്രവിക്കണതിൻ്റെ മുമ്പ് നീ ആ കാമത്തിനെ നീ അവനെ ഹരിക്കുക. അതുകൊണ്ട് ഹേ അർജുന, ആദ്യമായി തന്നെ നീ നിൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഈ പാപബീജമായിട്ടുള്ള, പാപത്തിൻ്റെ ഉൽപ്പത്തി തന്നെ എന്താണ്? കാമത്തു നിന്നാണ് അല്ലേ. അപ്പം പാപത്തിൻ്റെ ആ ബീജം, അതിൻ്റെ വിത്ത് തന്നെ എന്താണ്? ആ കാമമാണ്. അപ്പം അതിനെ നീ നശിപ്പിക്കുക. ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നീ നശിപ്പിക്കണം എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് ഉപദേശിക്കുന്നത്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനസസ്തു പരാ ബുദ്ധിർയോ ബുദ്ധേ പരതസ്തു സ. ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയങ്ങളെക്കാൾ പരാണി ഉത്കൃഷ്ടങ്ങളാണ് എന്ത്? ഇന്ദ്രിയേഭ്യ. അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ, ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ ആദ്യം പറയാണ് മഹത്വം ആർക്കാണ്? ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ മഹത്വം ഇന്ദ്രിയങ്ങൾക്കാണ്. ആ ഇന്ദ്രിയങ്ങളെക്കാൾ മഹത്വം ശ്രേഷ്ഠമാരാണ്? മനസ്സാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠ ആരാണ്? ബുദ്ധിയാണ്. ബുദ്ധിയാണ് ഏറ്റവും മനസ്സിനേക്കാളും ശ്രേഷ്ഠമായത്. യാതു ബുദ്ധേ പരതസ, അവൻ ആരാവൻ? ആത്മാവ്. അപ്പം ഈ ബുദ്ധിയെക്കാളും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാണ്? അതാണ് ആത്മാവ്. അവൻ ആത്മാവാകുന്നു. ജഡപദാർത്ഥങ്ങളായിട്ടുള്ള വിഷയങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. ആ കർമ്മേന്ദ്രിയങ്ങളെക്കാൾ വിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ് മനസ്സ്. ആ മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായതാണ് ജീവാത്മാവ് അഥവാ ഓരോ വ്യക്തിയുടെയും ആത്മാവ്. അപ്പം കാമത്തിന് പ്രവർത്തിക്കാനുള്ള വിവിധ കേന്ദ്രങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ലേ അത് തൻ്റെ കാമനകളെ പൂർത്തിയാക്കുന്നത്. അപ്പം ആ കാമത്തിൻ്റെ സംഭരണിയും ഈ ശരീരമാണ്. ഈ ശരീരം തന്നെ അതിൻ്റെ ഉള്ള ആഗ്രഹങ്ങളല്ലേ. ഓരോ ഇന്ദ്രിയത്തിനും അതിൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഇന്ദ്രിയങ്ങളിൽ കൂടെ വേണം ആ
കാമനയ്ക്ക് അല്ലെങ്കിൽ കാമത്തിന് പുറത്ത് വരാം. അല്ലാണ്ട് അതിനെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഇന്ദ്രിയവുമാണ് അതിന്. ഇത് കാണണം പറഞ്ഞാൽ കണ്ണത് കാട്ടിക്കൊടുക്കും, അല്ലെ ഇത് കേൾക്കണം പറഞ്ഞാൽ ചെവി അത് കേൾപ്പിക്കും. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ ശരീരത്തേക്കാൾ ഒരു ഉത്കൃഷ്ടം, അതുപോലെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു വിഷയങ്ങളെക്കാൾ ഉത്കൃഷ്ടം ഇന്ദ്രിയങ്ങളാണ്. പിന്നെ ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടം മനസ്സാണ്. മനസ്സിനേക്കാൾ ഉത്കൃഷ്ടം ബുദ്ധിയാണ്. പക്ഷെ ബുദ്ധിയെക്കാളും എത്രയോ വില മതിക്കാൻ പറ്റില്ല, അത്രതാണ് നമ്മുടെ ആത്മാവ്. നഷ്ടപ്പെട്ടാൽ പിന്നെയും വീണ്ടും ഈ സംസാര സാഗരത്തിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിലോ, ഈ എല്ലാറ്റിനെയും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളായിക്കോട്ടെ, മനസ്സായിക്കോട്ടെ, ബുദ്ധി ആയിക്കോട്ടെ, ഇതൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ സാത്വികമായിട്ട് ചെയ്യുകയാണെങ്കിലോ ഇതെല്ലാം ആത്മാവിനെ ഉന്നതിയിലേക്കും കൊണ്ടുപോകും, അല്ലേ? ആ ആത്മാവിനെ ഭഗവാനിലേക്ക് എത്തിക്കാനും ഇവരെന്നെയാണ് അധോഗതിയിലേക്ക് എത്തിക്കാനും നരകത്തിലേക്ക് എത്തിക്കാനും ഇതാ ഈ ഇന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി തന്നെയാണ്. അപ്പം അതിനെ ഭഗവാനെ പ്രാപ്തി ചെയ്യാനുള്ള വാതിലുകളായിട്ടും നമുക്കതിനെ ഉപയോഗിക്കാം. നരകത്തിലേക്ക് പോകാനുള്ള വാതിലുകളായിട്ടും ഉപയോഗിക്കാം. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. അവസാനത്തെ ശ്ലോകമാണ് ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ. അപ്പം ഈ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ, അപ്പം ഏവം ഇപ്രകാരം ബുദ്ധി കൊണ്ട് പരമമായിട്ടുള്ള ബുദ്ധ്വ, ഇവിടെ ബുദ്ധ്വ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അറിയാം. പരമമായിട്ടുള്ള ഈ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ നീ അറിഞ്ഞിട്ട് ആത്മാനമാത്മന സംസ്തഭ്യ, ആത്മാനം എന്നാൽ സ്വമനസ്സിനെ, ആത്മാനം. ഭഗവാൻ മനസ്സിനെ ചിലപ്പോൾ ആത്മാവായിട്ട് പറയാറുണ്ട്, ബുദ്ധിയെ ചിലപ്പോൾ ആത്മാവായിട്ട് പറയാറുണ്ട്. ആത്മന ബുദ്ധിശക്തിയാൽ സംസ്തഭ്യ, അതിനെ നിശ്ചലമാക്കണം. കാരണം മനസ്സിനെ നിശ്ചലമാക്കിയാൽ മാത്രമേ ആ കാമനകളെ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. കാരണം കാമന ഒരിക്കലും വെറുതെ ഇരിക്കില്ല, കാരണം അത് രജോഗുണിയാണ്. അത് മേപ്പോട്ടും കീഴ്പോട്ടും ചാടിക്കൊണ്ടേയിരിക്കും. അപ്പം അതിന് സമാധാനം, അതിനാണ് സന്യാസം സമമാക്കുക, സമമായിട്ട് അതിനെ വെക്കുക മനസ്സിനെ. അപ്പം ആ സംസ്തഭ്യ, അതിനെ സമമാക്കി അല്ലെങ്കിൽ നിശ്ചലമാക്കിയിട്ട് ഹേ മഹാബാഹു കാമരൂപം ദുരാസദം ശത്രുജഹി, കാമരൂപം അഥവാ കാമം എന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ പേരിലുള്ള ദുരാസദനായിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ വളരെ പ്രയാസമേറിയിട്ടുള്ള ശത്രുവിനെ ജഹി, നീ അവനെ ഹനിച്ചാലും, നീ അവനെ ജയിച്ചാലും. അവനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? യുദ്ധത്തിൽ ഒന്നുങ്ക മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക, അല്ലേ? ഒന്നുങ്ക മരിക്കും, അവനെ കൊല്ലുക അല്ലെങ്കിൽ സ്വയം മരിക്കുക. അപ്പം ആര് മരിച്ചു അവർ തോറ്റു, ആര് ജയിച്ചു അവർ രക്ഷപ്പെട്ടു, അവരാണ് ജയിക്കുന്നത്, അല്ലേ? അതിനാൽ ഹേ മഹാബാഹുവായിട്ടുള്ള അർജുന, ഭൗതികങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിനും ബുദ്ധിക്കും അതീതനാണ് ഞാൻ എന്നറിഞ്ഞിട്ട്, അഥവാ ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ അംശമാണ് എന്നറിഞ്ഞിട്ട് ദൃഢനിശ്ചയത്തോടു കൂടി, അത് പിന്നാക്കം തിരിയണ പരിപാടിയില്ല, ദൃഢമായ നിശ്ചയത്തോടു കൂടി എന്ത് ചെയ്ത് ഞാൻ ഈ കാമത്തിനെ നശിപ്പിക്കും, ഹനിക്കും എന്ന് തീരുമാനിച്ചിട്ട് ആത്മീയ ബുദ്ധിയും പിന്നെ ആത്മീയ ശക്തിയും, ആത്മീയ ബുദ്ധി, ആത്മീയമായിട്ടുള്ള ബുദ്ധിയും വളരെ ആധ്യാത്മികമായ ബുദ്ധി. ഇവിടെ ആത്മീയ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മികമായിട്ട് ചിന്തിക്കുക, ആധ്യാത്മികമായിട്ട് ചിന്തിച്ചിട്ട് അപ്പം ആധ്യാത്മിക ശക്തി പ്രാപ്തി ചെയ്യും, ഭഗവത് ശക്തി കിട്ടും. അങ്ങനെ ആ ശക്തി കൊണ്ട് മനസ്സിനെ ഉറപ്പിച്ചിട്ട്, മനസ്സിനെ നിശ്ചലമാക്കിയിട്ട് ചാഞ്ചല്യമൊട്ടുമില്ലാതെ കീഴടക്കാൻ പ്രയാസമുള്ള ഈ കാമം എന്ന ശത്രുവിനെ നീ കീഴടക്കേ പറ്റുള്ളൂ, കീഴടക്കണം എന്നാണ് ഭഗവാൻ പറയണത്. ഈ 3-ാമത്തെ അധ്യായത്തിനെ നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പം ഈ 3-ാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിൽ ഭഗവാൻ അർജുനൻ്റെ സംശയങ്ങളായിട്ടുള്ള ആത്മസാക്ഷാത്കാരമാണ് ശ്രേയസ്കരം എങ്കിൽ എന്തിനാണ് തന്നെ യുദ്ധം എന്ന ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നായിരുന്നു ചോദ്യം അർജുനൻ്റെ, അല്ലേ? അതിൻ്റെ ഉത്തരമാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. അപ്പം ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്തിൽ 2 വിധത്തിൽ ഭക്തന്മാർ ഭഗവത് പ്രാപ്തി നേടുന്നു. ഒരു വിഭാഗം ആത്മജ്ഞാനം എന്ന സാഖ്യയോഗത്തിലൂടെയും, 2-ാമത്തെ അധ്യായം, അല്ലേ? പിന്നെ വേറൊരു കൂട്ടര് ഭക്തിയുത സേവനമായ കർമ്മഫലത്യാഗത്തോടെയും
ഭഗവാനെ പ്രാപ്തി ചെയ്യുന്നു. തനിക്ക് വിധിച്ച കർമ്മം ഏതാണെങ്കിലും അത് ചെയ്യുന്നതാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും ഉത്തമം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കാരണം കർമ്മം ചെയ്യാതെ ഇവിടെ ആർക്കും തൻ്റെ ശരീരത്തിനെ പോലും നിലനിർത്താൻ സാധ്യമല്ല. ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹണത്തെക്കാൾ മനസ്സിനെ നിയന്ത്രിച്ച് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതാണ് യഥാർത്ഥ ത്യാഗിയുടെ ലക്ഷണം. ആ ത്യാഗി എന്ത് ചെയ്യും? കർമ്മഫലം സ്വന്തമായിട്ട് വെക്കില്ല, അത് ഭഗവാൻ സമർപ്പിക്കും. ആ സ്വകർമ്മങ്ങളെ നിരാസക്തനായിട്ട് അനുഷ്ഠിക്കലാണ് വിഷ്ണുവിനുള്ള ആരാധന. സൃഷ്ടിയുടെ ആരംഭ സമയത്ത് തന്നെ ബ്രഹ്മാവ് ദേവന്മാരെയും മനുഷ്യരെയും സൃഷ്ടിച്ചതോടൊപ്പം യജ്ഞങ്ങളെയും സൃഷ്ടിച്ചിട്ട് മനുഷ്യരോട് ദേവന്മാർ തരുന്ന ഉപഹാര രൂപത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ഒരു ഭാഗം യജ്ഞരൂപത്തിൽ അവർക്ക് തിരിച്ചു സമർപ്പിക്കണം എന്ന് ഉപദേശിച്ചിരുന്നു. അപ്രകാരം പരസ്പരം സഹകരിച്ചിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ അങ്ങനെ ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം ഏതു ദേവതയെ ആരാധിച്ചാലും യജ്ഞഭാഗം ചെന്നെത്തുന്നത് യജ്ഞപുരുഷനായ വിഷ്ണുവിനായതിനാൽ വിഷ്ണു പ്രീതനായാൽ എല്ലാ ദേവന്മാരും തൃപ്തരാകും. ഒരു മരത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ വേരിനെ പോഷിപ്പിച്ചാൽ മതിയല്ലോ. ആ പോഷണം മരത്തിൻ്റെ ഓരോ ഇലയിൽ പോലും എത്തും. അപ്രകാരം ദേവന്മാരും വിഷ്ണുവിൻ്റെ അംഗ ഉപാംഗങ്ങളാണ്. യജ്ഞത്താൽ മഴയും, മഴയിൽ നിന്ന് അന്നവും, അന്നത്തിൽ നിന്ന് ജീവജാലങ്ങളും ഉണ്ടാകുന്നു. മനുഷ്യർ തിരിച്ച് വേദോക്തമായ യജ്ഞം ചെയ്താൽ ദേവന്മാർ വീണ്ടും മഴ തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇതൊരു ചക്രം പോലെ പ്രവർത്തിക്കുക തന്നെ വേണം. അല്ലാതെ എല്ലാം സ്വയം അനുഭവിക്കുന്നവൻ ഒരു ചോരനാണ്. അതിനാൽ നിഷ്കാമനായിട്ട് സ്വകർമ്മം അനുഷ്ഠിക്കണം. ജനകൻ തുടങ്ങിയ രാജാക്കന്മാർ തൻ്റെ പ്രജകളെ പരിപാലിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവത് പ്രാപ്തിയും നേടി. ഈ ത്രിഭുവനത്തിൽ ഭഗവാന് അനുഷ്ഠിക്കേണ്ടതായോ അല്ലെങ്കിൽ പ്രാപ്തി ചെയ്യേണ്ടതായിട്ടോ ഒരു വസ്തുവില്ല, ഒരു കർമ്മമില്ല. എന്നാലും ആ ഭഗവാൻ എപ്പോഴും കർമ്മനിരതനാണ്. കാരണം ശ്രേഷ്ഠരായ വ്യക്തികളെ സാമാന്യ ജനങ്ങൾ അനുകരിക്കുന്നു. ഈ ലോകത്ത് വിദ്വാൻമാരും അജ്ഞാനികളും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ വിദ്വാൻമാർ ലോക നന്മയ്ക്കും അജ്ഞാനികൾ തൻ്റെ ഇന്ദ്രിയ സുഖപ്രാപ്തിക്കും വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ വിദ്വാൻമാർ അജ്ഞാനികളെ അവരിങ്ങനെ എന്ത് കർമ്മങ്ങൾ ചെയ്യാണ്, ഫലപ്രാപ്തി കാമ്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊന്നും അവരെ വ്യതിചലിപ്പിക്കാനോ ഉപദേശിക്കാനോ ഒന്നും മെനക്കെട്ടിട്ട് കാര്യമില്ല. അവർക്ക് താല്പര്യമുള്ള വഴിക്ക് അവർ ചെയ്തിട്ട് അവർക്ക് ഒരു ദിവസം അത് മടുക്കും. അപ്പം അവർ തിരിച്ചു വന്നോളും. വിദ്വാനായ ഒരു വ്യക്തിക്ക് ഈ കർമ്മങ്ങളൊന്നും താനല്ല, മറിച്ച് ഗുണങ്ങളാണ്, അഥവാ ത്രിഗുണങ്ങൾക്ക് അധീനരായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് ചെയ്യുന്നത് എന്നറിയാം. പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കും. ഭഗവാൻ പറയുകയാണ്, ഈ തത്വം അറിയുന്നവൻ ഒരിക്കലും അധപ്പതിക്കില്ല. അർത്ഥം അവന് മോക്ഷം കിട്ടും. അപ്പം തനിക്ക് വിധിച്ച ധർമ്മം അപൂർണമായിട്ട് ചെയ്താലും അത് അന്യൻ്റെ ധർമ്മത്തെ അല്ലെങ്കിൽ കർത്തവ്യത്തിനെ പരിപൂർണമായി ഒരു തെറ്റും പിഴയില്ലാണ്ട് ചെയ്യുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ് സ്വധർമ്മം അല്പം പിഴയോടുകൂടി ചെയ്യുകയാണെങ്കിലും. സ്വകർത്തവ്യം നിറവേറ്റി മരണമാണ് പ്രാപ്തമായതെങ്കിൽ അത് അന്യൻ്റെ കർത്തവ്യത്തെ വിജയകരമായി തീർത്തതിലും ശ്രേഷ്ഠമാണ്. അപ്പോൾ അർജുനൻ ചോദിച്ചു, ആരാണ് ഒരുവനെ നിർബന്ധിച്ച് പാപം ചെയ്യിക്കുന്നത്? അതിന് ഉത്തരമായിട്ട് ഭഗവാൻ പറയാണ്, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പിന്നീട് ക്രോധമായി പരിണമിക്കുന്നതുമായ കാമമാണ് എല്ലാ പാപത്തിനും ഹേതു. ഈ കാമമാകട്ടെ ആത്മാവിനെ എപ്രകാരമാണ് അതിനെ മറച്ചു വെക്കുന്നത്? പുക തീയിനെ എന്ന പോലെ, കണ്ണാടിയെ പൊടി, ഗർഭസ്ഥ ശിശുവിനെ ഗർഭാശയം എന്ന പോലെ ഇത് മറച്ചു വയ്ക്കുകയാണ് ഈ കാമം ആത്മാവിനെ. അപ്പം ഈ കാമമാകട്ടെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ലാത്തതുമാണ്. ഇവൻ്റെ വാസമാകട്ടെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവിടങ്ങളാണ്. ഇന്ദ്രിയങ്ങളെക്കാൾ മഹത്വം മനസ്സിനും, മനസ്സിനേക്കാൾ മഹത്വം ബുദ്ധിക്കും. പക്ഷേ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവുമാണ്.
അപ്രകാരം ഇന്ദ്രിയ മന ബുദ്ധിയിൽ വാസമുറപ്പിച്ച ഈ കാമം ആത്മാവിനെ ഭ്രമിപ്പിക്കുകയാണ്. അതിനാൽ ഹേ അർജുന, ഭഗവാൻ പറയാണ്, ഹേ അർജുന, കീഴടക്കാൻ അത്യന്തം പ്രയാസമേറിയ ഈ കാമത്തെ നീ നിനക്ക് വിധിച്ച കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട്, ആ കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് നീ ഇവനെ ഹനിക്കണം, അല്ലെങ്കിൽ ഇവനെ തോൽപ്പിക്കണം, കീഴ്പ്പെടുത്തണം എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.